തിരുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഒരു കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. കൂട്ടിവരുത്തി ജനത്തിനായ സ്തോത്രം. ഇനി വരുവാനുള്ള നിനക്ക് പ്രസാദമുള്ള ജനത്തെ കർത്താവ് കൂട്ടിവരുത്തുമാറാണ് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം, നിന്റെ വിശ്വസ്തതയ്ക്കൊത്തവണ്ണം, നിന്റെ കൃപയുടെ ബഹുത്വ പ്രകാരം നിന്റെ അവകാശത്തിന്മേൽ നിന്റെ പരിപാലനമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ബലഹീനരുണ്ട് കർത്താവ്, ശത്രുവിൻ്റെ ആക്രമണത്തെ വലയുന്നവരുണ്ട്. നിന്റെ മഹാശക്തിയാൽ, നിന്റെ നീതി നിമിത്തം വിടിവെച്ച് നിന്റെ മഹാശക്തിയാൽ ഉദ്ധരിച്ച് യഥാസ്ഥാനപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികളിൽ മേൽ, പരിസരങ്ങളിൽ മേൽ, അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ മേൽ നിന്റെ നാമം മഹത്വപ്പെടുമാറ് ഞങ്ങൾ വിടുതലയക്കുകയാണ്. ജയത്തിൻ്റെ ഉല്ലാസത്തിൻ്റെ ഘോഷനീതിമാന്മാരുടെ കൂടാരങ്ങൾ തരുന്ന നിന്റെ മഹത്വം എന്ന് കാണുവാൻ, നിന്റെ ശക്തിയും ജ്ഞാനമെന്ന് കാണുവാൻ കർത്താവടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്യാത്ത ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്റെ രക്തം തെളിക്കുകയാണ് കർത്താവ്. ശത്രുവിൻ്റെ ആക്രമണത്തിൽ കർത്താവ് വെടിവെക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരിക്കലും കൂടെ ഒരു ക്ലാസ്സിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിവരുത്തി കൃപയോർത്ത് നല്ല സ്തുതിക്കുകയാണ്. കൊളോസ്യ ലേഖനത്തെയും എഫെസ്യ ലേഖനത്തെയും ആസ്പദമാക്കിക്കൊണ്ട് സ്തോത്രം, ക്രിസ്തുവും അവൻ്റെ ശരീരമാണ് സഭയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ അനേക ക്ലാസ്സുകൾ നമ്മൾ കടന്നുപോയതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചതായിരുന്നു സമാഗമന കൂടാരത്തെ ആധാരമാക്കിക്കൊണ്ട് സ്തോത്രം ദൈവസഭയുടെ പണിക്ക് ആവശ്യമായ കാര്യം എന്താണെന്ന്. സ്തോത്രം. എന്നാൽ ഈ സമാഗമന കൂടാരം പഴയ നിയമത്തിലൊരു വിഷയമായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ലൈവായിട്ട് കേൾക്കുന്നവർക്ക് കുഴപ്പമുണ്ടായിരിക്കില്ല. പക്ഷേ പുതുതായിട്ട് കേൾക്കുന്ന പലർക്കും ഇതൊരു ആവശ്യകതയുണ്ടോ? സമാഗമന കൂടാരം ദൈവസഭയുടെ നിഴലാണോ അല്ലയോ എന്നൊക്കെയും ചിന്തിച്ചു കൊണ്ടിരിക്കും. അനേക വാക്യങ്ങളുണ്ട്. തിരുനിവാസം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന ഇടം, ടെൻറ്റ് ഓഫ് മീറ്റിംഗ് പ്ലേസ്. അതിപരിശുദ്ധനായ ദൈവം പാപത്താൽ ശിക്ഷാർഹരായി തീർന്ന മനുഷ്യനുമായിട്ട് വ്യക്തിപരമായിട്ട് ഇടപെടുന്ന ഒരു വിഷയം, ഒരു സ്ഥലം. അതിനിടയ്ക്ക് നിൽക്കുന്നതാണ് ഒരു താമ്ര സ്തോത്രം, താമ്ര യാഗപീഠവും ഒരു താമ്ര തൊട്ടിയും. സ്തോത്രം ചിത്രത്തിൽ കൂടെ കാണാൻ സാധിക്കും. താമ്ര യാഗപീഠം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്ന ദൈവനീതിക്ക് തൃപ്തി വരുത്തിയ ആ പരമയാഗത്തിൻ്റെ സിംബോളിക്കായിട്ട് നിൽക്കുകയാണ്. സ്തോത്രം. താമ്രത്തൊട്ടി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കാണിക്കുന്നുണ്ട്, സ്നാനത്തെക്കുറിച്ച് കാണിക്കുന്നുണ്ട്, ഇതെല്ലാമുണ്ട്. അതിക്ക് മുമ്പ് ഒരു വാതിലുണ്ട്. സ്തോത്രം. ഞാൻ തന്നെ വാതിലാകുന്നതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവാകുന്ന വാതിലിൽ കൂടെ അകത്ത് കടന്ന് ദൈവവുമായിട്ട് സമാഗമനം, ടെൻറ്റ് ഓഫ് മീറ്റിംഗ് പ്ലേസ്, മുഖാമുഖം സംസാരിക്കാവുന്ന ഒരു ഇടം. ഇത് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൽ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വചനങ്ങൾ വായിച്ചാൽ വേണ്ടത്ര വചനം. തിമോത്തിയോസിൻ്റെ 3:16 വാക്യം. സ്തോത്രം. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനമായി ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം. പുതിയ നിയമമല്ലയോ? പുതിയ നിയമത്തിൽ തിമോത്തിയോസിന് പറയുമ്പോൾ ദൈവസഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൂട്ടത്തിൽ പറയുമ്പോൾ, ഇൻഡിവിജ്വലായിട്ട് പറയുമ്പോൾ 1 കൊരിന്ത്യസ് 3:16 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരം. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. ഇനി പഴയ നിയമം എല്ലാം തന്നെ നമുക്ക് നിഴലായി നിൽക്കുന്നു, ബുദ്ധിപദസ്ഥാൻ നിൽക്കുന്നെന്ന് നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യസ് ചാപ്റ്റർ 10 വേഴ്സ് 1 to 15 വരെ വായിച്ചാൽ വളരെ വിശുദ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അവർക്ക് സംഭവിച്ചതൊക്കെയും നമുക്ക് ബുദ്ധിപദേശത്തിനും സദൃശ്യത്വമായിട്ട് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും സംശയം വരികയാണെങ്കിൽ നമ്മൾ പുതിയ നിയമവിശ്വാസികളല്ലയോ, പഴയ നിയമം എന്തിനാണ് നോക്കണേ, പഴയ നിയമത്തിൽ നിന്നാണ് പഠിക്കണേ? പഴയ നിയമത്തിലാണ് ഉപദേശത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കിടക്കുന്നത്. യേശു ക്രിസ്തു അപ്പസ്തോലന്മാരുടെ സുവിശേഷം പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ, എമ്മാവുസിലേക്ക് പോയ സഹോദരന്മാർ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അവരെന്താ പറഞ്ഞത്? തിരുവെഴുത്തുകളെ ആധാരമാക്കി, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലുള്ള തിരുവെഴുത്തുകളെ ആധാരമാക്കി തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. യേശുവിനെ കുറിച്ചുകൊണ്ട് അവർ കാത്തിരുന്ന മശിഹ തന്നെയാണ് യേശു എന്ന് അവർക്ക് മനസ്സിലാകത്തക്ക വേണം. മികായുടെ പ്രവചന പുസ്തകം എവിടെ ജനിക്കും? ബെത്ലഹേമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 33:15 തുടങ്ങിയ അനേക പ്രവചനങ്ങളാണ് പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ളത്. ഹല്ലേലൂയ.
നമ്മളതെല്ലാം ഒരു ക്ലാസ്സിൽ കൂടെ ഒരു എപ്പിസോഡ്, ഒരു 6-7 എപ്പിസോഡുകൾ ഈ വെബ്സൈറ്റിലുണ്ട്. ഫുൾഫിൽ ആയിട്ടുള്ള പ്രവചനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം. അപ്പൊ അതെല്ലാം തെളിയിച്ചു കൊടുക്കുമ്പോൾ യേശു തന്നെയായിരുന്നു മശിഹ. അവർക്ക് അത്രേ വേണ്ടായിരുന്നു. അന്ന് ഇന്നത്തെ കാത്തലിസമോ ഇസ്ലാമോ അല്ലെങ്കിൽ മറ്റു കൾട്ടുകളൊന്നും ഇല്ല. അന്ന് അവർക്ക് എതിർ നിന്നത് യഹൂദ മതം. അവർ യഹൂദ മതത്തിൽ അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണത്തിനെ അട്ട പിടിക്കുന്ന പോലെ അള്ളി പിടിച്ചിരിക്കുന്ന കാര്യമായിരുന്നു. അവിടെയാണ് ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ഒന്നും കൂടാതെ തന്നെ യേശുവിന്റെ വിശ്വാസത്തെ സൗജന്യമായിട്ട് നീതീകരിക്കപ്പെടാം, സൗജന്യമായിട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നുചെല്ലാം. ഈ കാണുന്നതൊക്കെ നിങ്ങൾ ആചരിച്ചു കൊണ്ടിരുന്നതൊക്കെ നിഴലുകളായിരുന്നു. നിഴലുകളിൽ കൂടെ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ സാധ്യമല്ല. ആ സ്വാതന്ത്ര്യത്തിന്റെ വാതിലൊക്കെ തുറന്നു കൊടുക്കുകയാണ്. പക്ഷേ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അക്സെപ്റ്റ് ചെയ്തവരൊക്കെയും തന്നെ ദൈവസഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഒന്നാമത്തെ പ്രസംഗത്തിൽ തന്നെ ഏകദേശം 3000 പേര് അതിനായിട്ട് പറഞ്ഞ് തുടർന്ന് പുരോഹിതന്മാരും വിശ്വാസത്തെ അധീനരായി തീർന്നു. 5000 എണ്ണം പെരുകിക്കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സ്തെഫാനോസിന്റെ വിഷയത്തിലും കൂടെ ജാതികളിലേക്ക് ചിതറി. അങ്ങനെ വിശ്വാസത്തിന്റെ പ്രവൃത്തി, വിശ്വാസത്തിന്റെ സൗജന്യമായ നീതീകരണം കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ച് അവരാൽ നടന്ന അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നുണ്ട്, വചനത്തെ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. ആ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്, ഇന്നും നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ നിങ്ങൾ എപ്പോഴും ലൈവായിട്ട് പറയുന്നത്. ക്രിസ്തു നമ്മൾ കഴിഞ്ഞ ദിവസം പാട്ടിൽ ഒരു മെസ്സേജ് പറഞ്ഞല്ലോ, നമ്മെ സ്തോത്രം തിരുരക്തത്താ നമ്മൾ വീണ്ടെടുത്ത് നമ്മളിൽ വാണിരുന്ന മരണത്തെ നീക്കി നമ്മളിൽ ഉയർത്തെന്നിട്ട് നമ്മളിൽ എന്നേക്കും വാഴുന്ന യേശുവിനെയാണ് നാം ആരാധിക്കുന്നത്. സ്തോത്രം. അത് മറ്റൊരു യേശു അല്ല, നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു ഉയർത്തെന്നിട്ട് മഹിമയുടെ വലത്ത് ഭാഗത്ത് സ്വർഗത്തിന്റെ ഭൂമിയിൽ സകല അധികാരമുള്ളവനായി വാഴുന്ന അതേ ദൈവം തന്നെ അതേ അധികാരത്തോടെ നമ്മളെ വാഴുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് വാഴുവാൻ തക്കവണ്ണം, അവന് വാഴുവാൻ തക്കവണ്ണം നമ്മൾ ഈ പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത് എന്താണ്? സ്തോത്രം. എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അപ്പൊ നമ്മുടെ ശരീരത്തില്, നമ്മുടെ ഹൃദയത്തില്, ഇപ്പൊ നമ്മുടെ ശരീരം, പ്രാണൻ, ആത്മാവെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ശരീരത്തിൽ നല്ല പ്രാണനെന്നോ നമ്മളിന്നൊക്കെ പറയുമ്പോൾ ടോട്ടലായിട്ട് ദൈവത്തിന് അതിമഹത്വത്തിൽ വസിക്കുന്നവന്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവന്, നമ്മളിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി നമ്മളിലും നമ്മളിൽ കൂടെ സ്വർഗത്തിലും ഭൂമിയിൽ ചെയ്തെടുക്കുവാൻ തക്ക വേണ്ട നല്ല മനസ്സോടെ കൊടുക്കുന്നവനെ സ്വീകരിക്കണം. വളരെ എളുപ്പമാണ്. ആരെങ്കിലും എതിര് പറയോ? ഒരാളും എതിര് പറയില്ല. പക്ഷെ ആലയം പണിയുവാനുള്ള വസ്തുവകകളെ ഈ ജനത്തിൽ നിന്ന് തന്നെ വാങ്ങിക്കണം. അപ്പൊ എന്നിൽ ദൈവത്തിന് വസിക്കാൻ ആലയമായി പണിയണമെങ്കിൽ ഞാൻ തന്നെ നല്ല മനസ്സോടെ കൊടുക്കണം. അത് മാത്രം പോരാ, ആലയ പണിക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് എന്നിൽ തന്നെ നിന്നെടുക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നാം പറഞ്ഞ് ചിന്തിച്ചു, പൊന്ന്. പൊന്ന് എന്ന് പറഞ്ഞാൽ സ്തോത്രം. നമ്മൾക്ക് പറഞ്ഞ് എന്തിനാ ഉപയോഗിക്കുന്നത്? സ്തോത്രം. ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്തും ദൈവത്തിന്റെ നിവാസത്തിലായി ടെന്റ് ഓഫ് മീറ്റിംഗ് പ്ലേസില്, വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും അരച്ചേക്കൽ വെള്ളിയിനാൽ നിർമ്മിച്ചതായിരിക്കുന്ന വെള്ളിച്ചുവടിൽ മേൽ നിവരെ നിൽക്കുന്ന പലകകളായിട്ട് നമ്മുടെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്തോത്രം. വെള്ളിച്ചുവടുകളിന്മേൽ, വെള്ളിച്ചുവട് കാണിക്കുന്നല്ലേ നമ്മൾ പറഞ്ഞു, അരശേക്കൽ വീണ്ടെടുപ്പ് വില. വീണ്ടെടുപ്പ് വില ക്രിസ്തുവിന്റെ രക്തമാണ്, ക്രിസ്തുവിന്റെ ജീവനാണ് നമ്മുടെ വീണ്ടെടുപ്പ് വില. മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് നീതീകരിക്കപ്പെടാൻ സാധ്യമല്ല. നമ്മുടെ പേഴ്സണൽ റൈഷ്യസ്നസ് വേണ്ട, പേഴ്സണൽ പ്രവർത്തികൾ വേണ്ട, നമ്മുടെ കുടുംബ പാരമ്പര്യം വേണ്ട, നമ്മുടെ മത പാരമ്പര്യങ്ങൾ വേണ്ട. എനിക്ക് വേണ്ടി പാപയാഗമായി തീർന്ന, എന്നിൽ വാണിരുന്ന മരണത്തെ നീക്കുവാൻ, എന്നിൽ ഉയർത്തെഴുന്നേറ്റ് എന്നിൽ എന്നേക്കും ജീവിക്കുന്ന, അത് നിത്യ സ്നേഹത്താൽ അവനാണ് പ്രവൃത്തി ആരംഭിച്ചത്. അവൻ മാറുകയില്ല, അവൻ വിശ്വസ്തനാണ്. ഞാൻ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ഇതാ വിശ്വാസം. ഈ വിശ്വാസം പരിശോധിക്കപ്പെടും. ജെന്യുവൻ ആണോ അല്ലയോ എന്ന് പരിശോധിക്കപ്പെടും. നമുക്കറിയില്ല, നമ്മൾ വിചാരിക്കും ജെന്യുവൻ ആണ്. നമ്മൾ വിശ്വാസത്തിന് പല സ്റ്റേജുകളും കടന്നു വന്നവരല്ലയോ. പുതിയതായ കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. ഇപ്പൊ തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ എവിടെ അറിഞ്ഞിരുന്നേ? ഇങ്ങനെ ഒരു പ്രവൃത്തിയുണ്ടോ? ഇപ്പൊ വിശ്വാസത്തിന്റെ പരിശോധനകൾ തീയിൽ ഉദിക്കഴിക്കുന്ന പൊന്നിനേക്കാൾ വിലയേറിയതാണ്. അവിടെ നമ്മൾ വിശ്വാസത്തിന് നിൽക്കണം. ഇവൾ മരിക്കേണ്ടി വരുന്നാലും മരണഭീതികൾ വരും, മരണത്തിന്റെ പോരുകൾ നടക്കും, മരണദൂതൻ വരും. ഞാനിതെല്ലാം എത്രയോ പ്രാവശ്യം അനുഭവിച്ചിട്ടാ പറയുന്നത് നിങ്ങളോട്.
നമ്മളിൽ ഉയർത്തെഴുന്നേറ്റവൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനാണ്. മരണത്തെ ജയിച്ച് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. മരണത്തിന് നമ്മുടെ മേൽ അവകാശമില്ല. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോലുള്ളവനാണ്. സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലുള്ള എന്തിനേയും നമുക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ അധികാരമുള്ളവനാണ്. രാജാക്കന്മാരെ മാറ്റുന്നവനാണ്. രാജാതി രാജാവാണ്, ദേവാതി ദേവനാണ്, ധന്യനായ ഏകാധിപതിയാണ്. അതാത് സമയത്ത് ആവശ്യമുള്ളത് അവൻ നമ്മളിൽ കൂടെ വെളിപ്പെടുത്തും. നമ്മൾ അതിന് ഈൽഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ സംശയം വരാം. അത് നമ്മുടെ ബലഹീനതയാണ്. വറി ചെയ്യേണ്ട. ലോർഡ്, എനിക്ക് മനസ്സിലായി, എനിക്ക് സംശയമുണ്ട്, വിശ്വാസ തികവ് പ്രാപിച്ചിട്ടില്ല. ലോർഡ് പ്ലീസ് ഹെൽപ് മീ. അതിനു വേണ്ടിയാണ് വിശ്വാസം എന്ന കൃപാവരം ചിലവർക്ക് തന്നിരിക്കുന്നത്. അപ്പൊ വിശ്വാസമുള്ളവൻ വിശ്വാസത്തെ ബലഹീനനായി താങ്ങുക, തന്നെ തന്നെ പ്രസാദിക്കാതിരിക്കുക. നിനക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന് കുറ്റപ്പെടുത്തുകയല്ല. നിനക്ക് വിശ്വാസം തന്നിട്ടുണ്ടെങ്കിൽ ബലഹീനനായ ഒരാളെ കൈപിടിച്ച് ഉയർത്തുന്ന പോലെ പത്രോസ് യാക്കോബും ആ മുടന്തൻ എന്താ ചെയ്തത്? ഞങ്ങളെ നോക്കുവേൻ. അവന് മുടന്ന് മാറ്റി കിട്ടാനുള്ള ആഗ്രഹമുണ്ട്, മനസ്സിലായി. നസ്രാനെ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അത് നടക്കുമെന്നുള്ള ഉറപ്പ്, ആ അധികാരം ഉയർത്തെഴുന്നേറ്റാണ് ക്രിസ്തു പത്രോസിൽ യോഹന്നാനിൽ വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അവരല്ല ചെയ്യുന്നത്. ഇതിനാണ് ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ടുള്ള സമർപ്പണം. ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നമ്മളിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി നമ്മിൽ കൂടെ നടക്കാൻ തക്ക വേണം നമ്മൾ ഇന്ന് വാങ്ങേണ്ടുന്ന വിശ്വാസം, പരിശോധിക്കപ്പെട്ട വിശ്വാസം. ക്രിസ്തുവിനെ അങ്ങനെ തന്നെയായിരുന്നല്ലോ. നമ്മള് യശയ്യാപ്രവചനം 28:16 വായിച്ചു. പരിശോധിക്കപ്പെട്ട വിശ്വാസം, ട്രൈഡ് സ്റ്റോൺ ആണ്. ദൈവസഭയുടെ മൂലക്കല്ല് എന്ന് പറയുന്നത് ട്രൈഡ് സ്റ്റോൺ ആണ്. ആ കല്ലിന്മേൽ പണിയുന്ന എല്ലാ കല്ലുകളും പരിശോധിക്കപ്പെട്ടേ പറ്റുള്ളൂ. അപ്പൊ ഈ പരിശോധിക്കുന്ന സമയത്ത് നമ്മളെ നശിപ്പിക്കുവാനല്ല, അത് പൊന്നായിട്ട് വരണം. 17 ക്യാരറ്റോ 18 ക്യാരറ്റോ 22 ക്യാരറ്റോ അല്ല വേണ്ടത്, 24 ക്യാരറ്റ്. അതായത് പ്യുവർ, ജെന്യുവിൻ ആയിരിക്കണം. അതിന് വേണ്ടത് എന്താ? അരശേഖര വെള്ളിമേ നിൽക്കുക. എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് ദൈവനീതി എന്റെ മേൽ വിധിച്ചിരുന്ന മരണമെന്ന ശിക്ഷ, നിത്യമായ മരണമെന്ന ശിക്ഷ, എന്റെ മേലുള്ള വന്ന രോഗം, ശാപങ്ങള്, ഇതെല്ലാം വഹിച്ചുകൊണ്ട് മരത്തിൽ തൂങ്ങുന്ന ഏവരും ശപിക്കപ്പെട്ടവൻ. മരണത്തിന് അധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്തെ നീക്കി ജീവപര്യന്ത മരണഭയത്തിലായിരുന്നവരൊക്കെ വിടിവെച്ചു. മരണത്തിന് പാതാളത്തിന് താക്കോൽ എന്റെ കയ്യിലുണ്ട്. ഞാനിതാ ഉയർത്തുന്നേക്ക് ജീവിച്ചിരിക്കുന്നു. അവരാണ് നമ്മൾ വാഴുന്നത്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് പരിശോധന. എന്ത് ചെയ്യണം? നമ്മളെ പഠിപ്പിക്കാതെ, നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കാതെ ആരെങ്കിലും എക്സാം കൊടുക്കുമോ? പരിശുദ്ധാത്മാവല്ല ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ പഠിപ്പിച്ചിട്ടാണ് പരിശോധിക്കുന്നത്. അവിടെ കർത്താവേ സ്തോത്രം, നീ എനിക്ക് വേണ്ടി പാപയാഗമായി തീരുവാൻ തയ്യാറായവനാണല്ലോ. നീ വിശ്വസ്തനാണ്, അതിന് മാറ്റമില്ല. എന്റെ ബലഹീനത കൊണ്ടല്ല, എനിക്ക് ബലഹീനതയെ സ്വന്തമായിട്ടുള്ളൂ. നിന്നിൽ നിന്ന് ഞാൻ എന്നേക്കും അകന്നു പോയി ശത്രുവായിരുന്ന എന്നെ നീ നിത്യസ്നേഹവും കൊണ്ട് സ്നേഹിച്ചിരിക്കുന്ന അതിന് മാറ്റമില്ല. അതിനാൽ നീ മാറുകയില്ല, ഞാൻ വഴുതിയാലും നീ എന്നെ കരകയറ്റും. നിന്റെ കൃപ എന്റെ മേൽ പകരും. ബലഹീനത കവിയുന്ന കൃപ എനിക്ക് മതി. അപ്പൊ വെള്ളിയെ കുറിച്ച് പറഞ്ഞു. വെള്ളി കൊണ്ട് വേറൊരു കാര്യം പറഞ്ഞു. ഉണ്ടാക്കുന്നതാണ്, വെള്ളി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കാഹളം. സുവിശേഷം എന്ന കാഹളം ഉണ്ടാക്കണം. കലർപ്പില്ലാതെ ഒരു സിംഗിൾ പീസിന് കൂടെ ഹാമേഡ് വർക്കായിട്ട് വേണം അടിച്ചു പരത്തി ഉണ്ടാക്കണം. അടുത്തതാണ് കുറച്ചും കൂടി പ്രയാസമുള്ള ഒരു കാര്യം. സ്തോത്രം, താമ്രം. ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായ കാല്. സ്തോത്രം. അപ്പൊ നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്ന്, വെള്ളി, താമ്രം. ഈ താമ്രം ഉപയോഗിക്കുന്നത് സ്തോത്രം ഈ ചുറ്റുപാടുമുള്ള പ്രാകാരത്തിന്റെ ചുവടുകള്. ആമേ, നമ്മള് അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും നിവര നിൽക്കുന്ന പലകകൾക്ക് വെള്ളി ചുവടുകളാണ് വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഏറ്റവും അടുത്ത് വസിക്കുന്നതാണ് ഈ നിവര നിൽക്കുന്ന പലകൾ. അവിടെയാണ് ദൈവസഭയുടെ സാന്നിധ്യം. അതാണ് ദൈവസഭ. അതിന് നമ്മൾ പറഞ്ഞല്ലോ, 5 വിധ ഉപദേശങ്ങളാവുന്ന അന്താഴങ്ങൾ കൊണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ദൂരത്തിന് വലിച്ചെടുക്കാൻ സാധ്യമല്ല. നീ അരശേക്കൽ വെള്ളിയിലാണോ നിൽക്കുന്നത്? നിന്റെ വീണ്ടെടുപ്പിലെ ക്രിസ്തുവിലാണോ നീ ആശ്രയിച്ചിരിക്കുന്നത്? ഒരു സൃഷ്ടിയില്ല നിന്റെ ദൈവസഭ ഇത് പറിച്ചു മാറ്റാൻ. പക്ഷെ നിനക്ക് വേണമെങ്കിൽ
ഇറങ്ങിപ്പോകാം. ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ രക്ഷിച്ച നിയമരക്തത്തെ മലിനമെന്ന് എണ്ണി നിന്നിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി നടത്തുവാൻ ആരംഭിച്ച കൃപയുടെ ആത്മാവിനെ നിന്ദിച്ചുകൊണ്ട് നിത്യമായ മരണത്തിലേക്ക് പോകാം. അത് നിന്റെ ഫ്രീ വില്ലാണ്. പക്ഷെ ശത്രു പിടിച്ചു കൊണ്ടുപോയെന്ന് പറയാൻ പറ്റില്ല, സാധ്യമല്ല. നീ ഉപദേശത്തിൽ നിന്നാൽ, അരശേക്കൽ വെള്ളിയിൽ നിന്നാൽ നിന്റെ ലക്ഷ്യം എത്രയേ ഉള്ളൂ? എനിക്ക് വീണ്ടെടുപ്പുകാരൻ ക്രിസ്തു യേശുവിൽ. എന്റെ മേൽ ദൈവനീതി വിധിച്ചിരുന്ന ശിക്ഷ മാറി, എന്റെ മേലുണ്ടാകുന്ന ശാപം മാറി, എന്റെ രോഗങ്ങളെ അവൻ വഹിച്ചു, എന്റെ മരണത്തെ അവൻ വഹിച്ചുകൊണ്ടാണ് ക്രൂശിൽ കയറിയത്. ഐ എം ഫ്രീ നൗ. എന്നാൽ നമുക്ക് പോരാട്ടങ്ങളുണ്ട്, വിശ്വാസത്തിന്റെ പോരാട്ടമുണ്ട്, ആത്മീക ഗോളത്തെ ശത്രുവിന്റെ പോരാട്ടങ്ങളുണ്ട്. ഇവിടെയൊക്കെ നമ്മളിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മളിൽ കൂടെ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. സോ ഈസി. അടുത്തൊരു കാര്യം പറഞ്ഞല്ലോ, താമരം. ഈ താമരം എന്ന് പറഞ്ഞാല് ഉളയെ നമ്മള് ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 12 തുടങ്ങി 17 വരെ വാക്യങ്ങളുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് സ്തോത്രം 13-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? 12 തുടങ്ങി വായിക്കാൻ ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുമ്പോൾ ഞാൻ തിരിഞ്ഞു. അപ്പൊ അതിനു മുമ്പ് സംസാരിച്ച കാര്യങ്ങള് 7 നിലവിളക്കുകളുടെ കാര്യം, 7 നക്ഷത്രങ്ങളുടെ കാര്യം, അതിന്റെ പൊരുൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. 7 നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന 7 സഭയുടെ ദൂതന്മാർ, 7 കാലങ്ങളിലുള്ള ദൈവസഭയുടെ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചേഴ്സ്. 7 നിലവിളക്ക് എന്ന് പറഞ്ഞാൽ 7 കാലഘട്ടത്തിലെ ദൈവസഭ. അതിൽ അവസാനത്തെ കാലഘട്ടമാണ് ലവോദിക്ക സഭയുടെ കാലം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, എനിക്ക് ഇനി ഒന്നിനും കുറവില്ല, ലോകത്തിൽ എനിക്കെല്ലാം ഉണ്ട്, ഞാൻ സമ്പന്നനാണ്, എനിക്ക് ക്രിസ്തുവിനെ കൂടാതെ വാഴാൻ സാധിക്കും, സമ്പത്തിന്റെ കയ്യിലുള്ള സകലം സാധ്യമാണ്, രോഗം മാറി എനിക്ക് പ്രശ്നമില്ല, വേണ്ടത്ര ഹോസ്പിറ്റലുകളുണ്ട്, വെന്റിലേറ്റർ ഉണ്ട്, എനിക്ക് ക്രിസ്തുവിനെ കൂടാതെ തന്നെ സാധിക്കാം. കർത്താവ് പറയുന്നത് എന്താണ്? നീ ദരിദ്രനും അരിഷ്ടനും കുരുടനുമായിരിക്കുകയാണ്. നീ വാസ്തവത്തിൽ ധനവാനാകേണ്ടത് പൊന്ന് വില കൊടുത്തു വാങ്ങണം. നിന്റെ കണ്ണിലെ ലേപം, നിനക്ക് കണ്ണു തുറക്കാൻ കണ്ണിലെ ലേപം വിട്ട് എന്ത് വേണം? വില കൊടുത്തു വാങ്ങണം. നീ നഷ്ടപ്പെടുത്തിയ വസ്ത്രം, രക്ഷയുടെ വസ്ത്രം തിരികെ കിട്ടാൻ എന്ത് വേണം? നീ വില കൊടുത്തു വസ്ത്രമാണ്. ഇതാണ് വിശ്വാസത്തിന് വില കൊടുക്കുക എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത പറഞ്ഞ് തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചവനായി മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. ഇവിടെ ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയും കൂടെ ഒരുമിച്ചൊരു വിഷം കാണിച്ചു കൊടുക്കുകയാണ്. അത് പറഞ്ഞ മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നു, verse 12, then I turned to see the voice that spoke with me, and having turned I saw 7 golden lampstands, and in the midst of the 7 lampstands one like the Son of Man, clothed with a garment down to the feet. One like the Son of Man. മനുഷ്യപുത്രനോട് സദൃശ്യനായവരാണ് ദൈവസഭ. അവിടെ അനേകർ സദൃശ്യനായവരെയും കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിംഗിൾ. ഹല്ലേലൂയ. ഇപ്പൊ ദൈവസഭ എന്ന് പറയുമ്പോ അവിടെ ഞാൻ എൻ്റെ ഒന്നുമില്ല. ഗവൺമെന്റിന്റെ ആവശ്യത്തിനാണ് ഡിനോമിനേഷൻസ് IPC CPC എന്നൊക്കെ പേര് കൊടുത്തിരിക്കുന്നത്. ദൈവസഭ എവിടെയാണ് പണിയുന്നത്? അപ്പൊ നമ്മളെ മനുഷ്യപുത്രനോട്, അവിടെ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞൊരു അർത്ഥമുണ്ട്. ദൈവപുത്രൻ എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. മനുഷ്യപുത്രൻ, മനുഷ്യനായിരുന്നവൻ അല്ലെങ്കിൽ ദൈവനായിരുന്നവൻ മനുഷ്യരൂപമെടുത്തുകൊണ്ട് കഷ്ടം സഹിച്ച് ദൈവപുത്രനല്ല, മനുഷ്യപുത്രൻ. മനുഷ്യന് വരുന്ന സകലവിധ കഷ്ടതകൾ തന്റെ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ട് തീച്ചൂളയും കൂടെ കടന്നുപോയി അവന്റെ കാലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. സ്തോത്രം, കാൽ ഉലയെ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ഇതാണ് താമരം എന്ന് പറഞ്ഞ് ഞാൻ താഴെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഈ മെറ്റലുകൾ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറെന്റ് കളറുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 4 പിക്ചർ കാണിച്ചിരിക്കുന്നത്. ഏതൊരു മെറ്റലാണ് ചൂടാക്കുമ്പോൾ അതിനാര് റെഡ് കളർ വരും. നിങ്ങൾ വേണമെങ്കിൽ ഒരു കമ്പി എടുത്തിട്ട് ഗ്യാസ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഒന്ന് പഴിപ്പിച്ച് നോക്കുക. ആദ്യം റെഡ് ആയിരിക്കും, കുറച്ചും കൂടി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ യെല്ലോ കളർ വരും, അതിനുശേഷം വൈറ്റ് കളർ വരും, അതിനുശേഷം ബ്ലൂ കളർ വരും. നമ്മുടെ ഗ്യാസിലേക്ക് വരുന്ന ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ ഓക്സിജനും ആ ഫ്യൂവലും LPG കൂടെ മിക്സ് ചെയ്തിട്ട്
സ്തോത്രം വരുന്ന കളറാണത്. ഹൈ ടെമ്പറേച്ചർ നല്ല ബ്ലൂ കളർ വരും. അപ്പൊ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രോൺസ് നല്ല ചൂടിലിരിക്കുന്ന ആ കഷ്ടതയുടെ തീച്ചൂളിൽ കൂടെ കടന്നുപോയി അവന്റെ കാല്, അതായത് ദൈവസഭയുടെ കാല് ബട്ടറും ജാമും പൂശുന്നതല്ല, സാത്താന്യ ശക്തികൾ കണ്ട് വിരണ്ട് പോകത്തക്കവണ്ണം വെള്ളോട്ടിന് സദൃശ്യമായ കാലുള്ളവരായി തീരണം. ഇങ്ങനെയാണ് പറഞ്ഞത്, മരണമേ നിന്റെ ജയം എവിടെ? മരണത്തോട് പോരാടുന്നത് അങ്ങനെയാണ്. നിന്ദ, പരിഹാസം, ഒറ്റപ്പെടല്, ദൂഷണങ്ങള്, രോഗം, മരണം ഇതിന്റെ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഉയർത്തെഴുന്നേറ്റവൻ പുറമേയല്ല, നമ്മളിൽ വാണിരുന്ന മരണത്തെ നീക്കിക്കൊണ്ട് നമ്മളിൽ ഉയർത്തെഴുന്നേറ്റ് നമ്മളിൽ എന്നേക്കും വാഴുന്ന ക്രിസ്തുവാണ് നമ്മളിൽ കൂടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ കഷ്ടത വരുമ്പോൾ നമ്മളെ നശിപ്പിക്കാനല്ല. സ്തോത്രം. നിങ്ങൾ ഇപ്പൊ എല്ലാം മെഷീനിലാണ് ചെയ്യുന്നത്. ഈ തട്ടാന്മാര്, ഇവിടെ സ്വർണ്ണപ്പണിക്കാര്, അവര് പൊന്ന് ഇങ്ങനെ ഊതി ഉരുക്കും. ഞാൻ കണ്ടിട്ടുണ്ടത്. ഞാൻ സ്കൂളിലൊക്കെ നടന്നു പോവാറ്. ആകുമ്പോൾ പോകുന്ന വഴിക്ക് 2 തട്ടാന്മാരുണ്ട്. ഇവിടെ തട്ടാനെന്നാണ് അവരെ വിളിക്കുക, സ്വർണ്ണപ്പണിക്കാര്. അവരെ വംശത്തെ വിളിക്കുന്ന തട്ടാനെന്നാണ് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ. ഓരോരുത്തർ അല്ലെങ്കിൽ വിവിധമായ പേരുകളായിരിക്കാം. അപ്പോൾ അവർ ഊതുമ്പോൾ ഈ ഒരു ചിരട്ടക്കരി വെച്ചിട്ട് ഒരു ചെറിയ പാത്രം ഉണ്ടായിരിക്കും. ആ പാത്രത്തിനകത്ത് ഈ നെല്ലിന്റെ ഉമി കൂട്ടിയിട്ട് അതിന് നടുവില് ഈ ചിരട്ടക്കരി വയ്ക്കും. അതിനകത്ത് ഒരു പാത്രത്തിനകത്ത് ഈ പൊന്നോ അല്ലെങ്കിൽ വെള്ളിയോ ഇട്ടിട്ട് അടിയിൽ തീ കൊടുത്തിട്ട് ഊതി 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 ചൂടാക്കും. ഊതി ചൂടാക്കുമ്പോഴും ഈ തട്ട നോക്കുന്നത് എന്നറിയാമോ? അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അത് കത്തിപ്പോവാൻ പാടില്ല. അതിലേക്ക് നോക്കിയിട്ട് തന്റെ മുഖം അതിന് കാണുന്നുണ്ടോ, റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കും. തന്റെ മുഖം അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കിട്ടമെല്ലാം താഴെ പോയി നല്ല സിൽവറായിട്ട് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. ഇതേപോലെയുള്ള അവസ്ഥ അപ്പൊ നമ്മളിൽ കഷ്ടതയുടെ തീച്ചൂളിൽ കൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു വെളിപ്പെടുന്നുണ്ടോ? നിന്ന വരുമ്പോൾ, പരിഹാസം വരുമ്പോൾ, രോഗം വരുമ്പോൾ, ഉപദ്രവങ്ങൾ വരുമ്പോൾ, ഇവ മരണം വന്നാലും ആത്മീക ശത്രുക്കൾ നമുക്ക് നിൽക്കുമ്പോഴോ നമ്മൾ വെളിപ്പെടുന്നത് ക്രിസ്തുവാണോ ഇല്ലയോ? ഇവിടെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. യശയ്യാപ്രവചനം 48:9 വാക്യം നമ്മൾ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാണ്. കഷ്ടത്തിന് തീച്ചുള്ളിലാവുന്നു ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കം എന്ന് പറഞ്ഞ് ഇവിടേക്കാണ്. അപ്പൊ കഷ്ടത നിന്നെ തകർത്ത് കളയുവാനല്ല, കത്തിച്ച് കളയുവാനുള്ള. മലാക്കി 3:1 തുടങ്ങി 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വളരെ പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന് മുന്നോടിയായിട്ട് സ്നാപന യോഹന്നാൻ വരുന്നതും, സ്നാപയോഹന്നാന്റെ ശുശ്രൂഷ എന്താണ്? എല്ലാ താഴ്വരയും ഉയർന്നു വരണം. ആമേൻ, സ്തോത്രം. മലകളെല്ലാ കുന്നുകളും താഴ്ന്നു വരണം. വളഞ്ഞ വഴികള്, നമ്മൾ വളഞ്ഞ വഴികളുണ്ടോ? ഇതൊക്കെ സ്ട്രേറ്റ് ആകുമ്പോൾ മനുഷ്യപുത്രൻ, ദൈവപുത്രൻ വെളിപ്പെടും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ക്രിസ്തു വെളിപ്പെടും. അപ്പൊ നമ്മളിൽ ഉള്ള കുറവുകളെ വെളിപ്പെടുത്തി തരുവാനാണ് ഈ തീച്ചൂള. കിട്ടത്തെ മാറ്റുവാനാണ് തീച്ചൂള. നമ്മുടെ കോപം, എടുത്തുചാട്ടം, അവിശ്വാസം, അല്പവിശ്വാസം, ലോകമോഹങ്ങള്, ലോക ഇമ്പങ്ങള്, ലോക ആശ്രയങ്ങൾ, ഇങ്ങനെ ആയിരക്കണക്കിനുള്ളതുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ചല്ല വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. ഇപ്പൊ ഒരു അയൺ എടുത്താൽ തന്നെ അയണകത്ത്, അല്ലെങ്കിൽ കോപ്പർ തന്നെ എടുത്തോളൂ. കോപ്പറിന്റെ അകത്ത് അയൺ ഉണ്ട്, ഇമ്പ്യൂരിറ്റി ഉണ്ട്, ലെഡ് ഉണ്ട്, അലുമിനിയം ഉണ്ട്. ഇങ്ങനെ പല ഇമ്പ്യൂരിറ്റീസും കോപ്പറിനകത്തുണ്ട്. അപ്പൊ ആ ഇമ്പ്യൂരിറ്റീസ് കോപ്പറാണ് നമുക്ക് വേണ്ടത്. സ്തോത്രം. അതിനകത്ത് എന്ത് ചെയ്യും? അയണിന്റെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്, ലെഡിന്റെ വളരെ കുറവാണ്. അപ്പൊ ആ ലെഡിന്റെ ടെമ്പറേച്ചർ നിർത്തിയിട്ട് ചൂടാക്കുമ്പോൾ ആ ലെഡും ഉരുകും. അയണും അതേപോലെ മറ്റേതെങ്കിലും അലുമിനിയം തുടങ്ങിയ ലോഹങ്ങളൊക്കെ അതിനെ തന്നെ ഇരിക്കും. ഒരിക്കലും അതിനെ വെളിപ്പെടുത്തില്ല. അപ്പൊ എന്നിൽ കോപമുണ്ട്, എന്നിൽ എടുത്തിയാട്ടമുണ്ട്, അവിശ്വാസമുണ്ട്, അല്പവിശ്വാസമുണ്ട്, ലോകസ്നേഹമുണ്ട്, എന്നെ തന്നെയുള്ള സ്നേഹമുണ്ട്. അമ്മ സ്തോത്രം. എനിക്ക് ദൈവഹിതപ്രകാരം അല്ലാത്ത ആൾക്കാരോട് സ്നേഹമുണ്ട്, ഉറ്റി പറ്റി നിൽക്കണമെന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെളിപ്പെടുത്തുന്നില്ല. നിന്നിൽ നിന്ന് എന്ത് കളയാൻ ആഗ്രഹിക്കുന്നു? ഞാൻ ചിലപ്പോൾ ഭോജനപ്രിയനായിരിക്കാം, തീറ്റ പ്രിയനായിരിക്കാം. അത് മാറ്റണമെങ്കിൽ അത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നിന്റെ മുമ്പിൽ നല്ല തീറ്റ കൊണ്ടുവന്ന് വയ്ക്കും. നല്ല ആഹാരം കൊണ്ടുവച്ച് നീ അടിച്ച് പൂസുതാൻ തിന്നും. ചിലപ്പോ നല്ലൊരു ഡയറി അങ്ങ് പിടിക്കും.
കർത്താവെ പറ്റിപ്പോയല്ലോ, ഞാൻ നിന്നെ കൂടാതെ നാളോട് ആരും ഭക്ഷണം കഴിക്കാതിരുന്നേക്കരുത് കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ചിലർക്ക് അതിമായ ഉറക്കത്തിന് താല്പര്യമുണ്ട്. സ്തോത്രം. ഉറങ്ങാൻ സുഖിച്ച് കിടന്ന് ഉറക്കം വരില്ല, പക്ഷെ സുഖിച്ച് കിടക്കാം അങ്ങനെ. സ്തോത്രം. ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കുക. അത് വേനൽക്കാലത്ത് എന്താ, മഴക്കാലത്തേക്കൂടെ ആഹാരം ശേഖരിച്ചു വെക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മളിൽ നിന്ന്, ഇപ്പൊ കോപ്പറിൽ നിന്ന് അയൺ, അലുമിനിയം, ലെഡിന്റെ ടെമ്പറേച്ചർ 125 ഡിഗ്രി ഉണ്ടായി കഴിഞ്ഞാൽ ലെഡ് ഉരുകും. അലുമിനിയം, അയൺ അവിടെ ഇരിക്കും. അപ്പൊ 125 ഡിഗ്രിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ലെഡിനെ അങ്ങ് കാണിച്ച് ലെഡിനെ അങ്ങ് മാറ്റിക്കളയും. അപ്പൊ എന്താ, ഈ ബാക്കിയുള്ളതിനെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് പോയി ലെഡ് അങ്ങ് മാറിപ്പോവും. പിന്നെ അതിനകത്തുണ്ട് അലുമിനിയം ഉണ്ട്, അയൺ ഉണ്ട്. അടുത്തത് അലുമിനിയമാണ്. അപ്പൊ ടെമ്പറേച്ചർ കുറച്ചും കൂടി കൂട്ടണം. സ്തോത്രം. ഒരു 1200 ഡിഗ്രി ഒക്കെ വരുമ്പോഴാണ് അലുമിനിയം ഉരുകുന്നത്. ഞാൻ നൈസായിട്ട് ഓർക്കുന്നില്ല. അപ്പൊ അലുമിനിയം ഉരുക്കി കഴിയുമ്പോൾ അലുമിനിയം അങ്ങ് മാറ്റി. ഇനി ബാക്കി എന്താ ഉള്ളു? അയൺ മാത്രമേ ഉള്ളൂ. അയൺ ഒരിക്കലും കുപ്പോള ഫർണസ് വേണം. കുപ്പോള ഫർണസ് അതിന് എപ്പോഴിന്റെ ഈ കളറുകളൊക്കെ ഇങ്ങനെ വരും. ആദ്യം റെഡ്, പിന്നെ യെല്ലോ, പിന്നെ വൈറ്റ്. അങ്ങനെ വരുമ്പോഴാണ് അയൺ സെപ്പറേറ്റ് ആകുന്നത്. അതായിരിക്കും നമ്മുടെ സ്വസ്നേഹങ്ങള്. ഞാൻ എന്റേതുള്ളത്, എനിക്ക് ഫെയിം വേണം, ലോകത്ത് 4 പേരെ നിന്ന് അറിയണം. സ്തോത്രം. ഇങ്ങനെയുള്ളതൊക്കെ ചിലത് വരുമ്പോൾ അത് വെളിപ്പെടുത്തത്തക്കവണ്ണം ഒരു സാഹചര്യം ഉണ്ടാക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഇത് മാനേജ് ചെയ്യുന്നത്. കർത്താവേ സ്തോത്രം, നീ മതി. ഇതിനെ ജയിക്കണമെങ്കിൽ നമ്മെ കൊണ്ട് സ്വയമായിട്ട് സാധ്യമല്ല. ക്രിസ്തുവോട് വെളിപ്പെടണം. നമ്മളെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. അപ്പൊ എന്താ, ലെഡിനെ മാറ്റുന്ന സമയത്ത് അലുമിനിയം, അയൺ അവിടെയുണ്ട്. അതേപോലെ തന്നെ നമ്മളിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മളിത് മാറ്റുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ മാത്രമേ വെളിപ്പെടുത്തി തരുള്ളൂ. എന്റെ കോപ സ്വഭാവമായിരിക്കാം. അപ്പൊ കോപം ഇളക്കത്തക്കവണ്ണം സാഹചര്യം നിന്റെ മുമ്പിൽ ഉണ്ടാകും. നീയെല്ലാം തെറ്റ് ചെയ്ത് അവരായിരിക്കാം. പക്ഷേ ആ സമയത്ത് നിന്നിലുണ്ടാകുന്ന ആ റിയാക്ഷൻ, ഇമോഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരുവാൻ എന്ന് പറയും. കുഞ്ഞെ, ഇത്രയുണ്ടായത് നിനക്ക് എൻ്റെ കൂടെ വാഴുവാൻ സാധ്യമല്ല. അത് നിങ്ങളുടെ പ്രേരണ വരുമ്പോൾ, കർത്താവേ എനിക്കിതിനെ ഓവർകം ചെയ്യാൻ വേണം, നിന്നെ വേണം, നീ എന്നിൽ വെളിപ്പെടണം. സ്തോത്രം. ഒരു പക്ഷേ കർത്താവ് ശത്രുവെടുത്ത് ഉപയോഗിക്കാം, പല രീതിയിൽ ഉപയോഗിക്കാം. അപ്പൊ അവരെല്ലാം കർത്താവേ നിന്റെ നാമത്തെ അവർ അനുഗ്രഹിക്കും, എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ സാഹചര്യം. യെസ്, ഓഫ് കോഴ്സ് തെറ്റ് ചെയ്ത് അവർ തന്നെയാണ്. അപ്പൊ നമ്മളിലുള്ള ജഡ ബാധിക്കുക. അവരെല്ലാം തെറ്റ് ചെയ്ത് അവരങ്ങനെ പറയാൻ പാടുണ്ട്, അവരിങ്ങനെ ചെയ്യാൻ പാടുണ്ട്. ഇങ്ങനെ അനേക ആർഗ്യുമെന്റ്സ് വരാം, അനേക ഉപദേശങ്ങൾ സ്ഥാപിക്കും. നത്തിങ് ഡൺ. നിന്നിലുള്ള ആ പെർട്ടിക്കുലർ സ്വഭാവം മാറുവോളം തീ ചൂട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പൊടികൊണ്ടേയിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് വരും. അനേക ഓഫറുകൾ വരും. ലോണിന്റെ ഓഫർ വരും. ഒരു ലോട്ടറി എടുത്ത് നോക്കി, ആരും കേൾക്കേണ്ട ഒരു ലോട്ടറി എടുത്ത് നോക്കിയാൽ എന്തോ കുഴപ്പം. അപ്പൊ ഇതിനെല്ലാം അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നതാണ് ലീഗലിസം, അല്ലെങ്കിൽ മൊറാലിറ്റി എന്ന് പറയാം. പെന്തക്കോസ്തിനകത്ത് 99% ഇപ്പൊ ലീഗലിസമാണ് നടക്കുന്നത്. ആഭരണം ധരിക്കരുത്, മോടിയ വസ്ത്രം ധരിക്കരുത്, അങ്ങനെ ചെയ്യരുത്, സ്പ്രേ അടിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. ഇതെല്ലാം ലീഗലിസമാണ്. അതല്ല, നിന്നിൽ വസിക്കുന്ന ക്രിസ്തു നിന്നെ നടത്തുന്നത് ഏത് വിധത്തിലാണോ അതുപോലെ നടക്കുക. അതിന് അടിസ്ഥാനമായിട്ട് എഴുതി വെച്ചൊരു പ്രമാണം പറയാൻ പറ്റില്ല. അത് ന്യായപ്രമാണമായിരുന്നു. പുതിയ നിയമത്തിലൊരു ന്യായപ്രമാണം ഉണ്ടാക്കല്ല. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നല്ല രീതിയിൽ നിന്നുള്ള കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട് അത് എത്രമാത്രം ഗാഢതയുള്ളതാണ്, എത്രമാത്രം ലെഡ് ബാക്കിയുണ്ട്, എത്രമാത്രം അലുമിനിയം ബാക്കിയുണ്ട്, എത്രമാത്രം അയൺ ബാക്കിയുണ്ട്. ഇത് വേണ്ടത് ബ്രോൺസ് ആണ്, താമ്രമാണ്. ആ താമ്രത്തിനുള്ള കിട്ടങ്ങള്, ഡ്രോസ് മാറ്റുവാനാണ് കഷ്ടത. അത് മാറ്റി നിനക്ക് ജയം പ്രാപിക്കുന്ന ആഗ്രഹമുണ്ടോ? കർത്താവ് വാതിൽക്കലുണ്ട്. ലോഡ്, എനിക്കിത് മനസ്സിലായി, ഇതിനെനിക്ക് ജയിപ്പാൻ കൃപ വേണം. ഞാൻ എത്രയോ വർഷങ്ങൾ എന്നാരും പഠിപ്പിക്കാനില്ലായിരുന്നു. എത്രയോ വർഷങ്ങൾ എടുത്തതൊന്ന് പഠിച്ചു വരാനായിട്ട്. ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞാൻ തികഞ്ഞവനായിട്ടല്ല പറയുന്നത്. ഇങ്ങനെ നാം കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ നമ്മൾ ഓരോ ഇൻസ്റ്റൻസിലും ക്രിസ്തു വെളിപ്പെടുമ്പോൾ
അതേ സമയത്ത് നമ്മുടെ കാലും ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന്റെ സദൃശ്യമായി തീരുകയാണ്. അപ്പോഴാണ് മരണത്തിന്റെ മുകളിൽ മരണം എന്തിന്റെ ജയം എവിടെ? ദൈവത്തിന്റെ സ്വരൂപത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെടുക്കാൻ നിനക്ക് എന്ത് ധൈര്യം? അവന് വേണ്ടി മറുവിലയായി തീർന്ന ഒരുവനുണ്ട്, അവനാണ് എന്നെ ജീവിക്കുന്നത്. ടേക്ക് ഓഫ്. നീ എടുത്തു മാറ്റിയില്ലെങ്കിൽ നിന്റെ മേൽ ശിക്ഷ നടത്താനുള്ള അധികാരം എനിക്കുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും എന്തിനേയും എന്തു ചെയ്യാൻ അധികാരമുള്ളവനാണ് ഞാൻ എന്നിൽ വസിക്കുന്നത്. മരണത്തെ ജയിച്ചവനാണ് എന്നെ വസിക്കുന്നത്. സർവത്തിനും ഇത് അധിപതിയായിരിക്കുന്നവനാണ് എന്നെ വസിക്കുന്നത്. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായിരിക്കുന്നവനാണ് എന്നെ വസിക്കുന്നത്. സ്തോത്രം. ഇത് നമുക്ക് അനുഭവത്തിൽ കൂടെ പറയാൻ സാധിക്കും. ദുഷ്ടാത്മസേനകള് ദുഷ്പ്രവൃത്തി ചെയ്തുകൊണ്ട് എത്രയോ പ്രാവശ്യം തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രമാണ് ചാത്തൻ സേവ. പോത്തിന്റെ പുറത്തിരിക്കുന്ന ദേവൻ എത്രയോ പ്രാവശ്യം ജയമെടുത്തു. പിന്നെ കുറെ ഉണ്ടല്ലോ വാലും കൊമ്പും ശൂലം പിടിച്ചിരിക്കുന്നവര്, തലവെട്ടി കയ്യിൽ പിടിച്ചിരിക്കുന്നവള്, കുലപാതകങ്ങള്. ഇതൊക്കെ വരുമ്പോൾ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യമായി കാലുണ്ടും നിനക്ക് ജയിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിശാച് യേശുവിന്റെ നാമത്തിൽ മത്സിക്കുന്നു, ശാസിക്കുന്നു, ഓടിക്കോളും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൻ നിന്റെ അടുത്ത് തന്നെ ഇരിക്കും, നിന്നിൽ കൂടെ സംസാരിക്കും ചിലപ്പോൾ. പക്ഷെ നിന്റെ കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായാണോ നീ ഒന്നും പറയണ്ട. ശത്രുസേനയ്ക്ക് അറിയാം ഇവൻ മനുഷ്യപുത്രനോട് സദൃശ്യനായി തീർന്നവനാണ്. ഇവൻ മനുഷ്യപുത്രനോട് സദൃശനായി തീർന്നവനാണ്. ഇവൻ തല തുടങ്ങി പാദം വരെ നിലയെങ്കിൽ ധരിച്ചവനാണ്. വിശുദ്ധ ജീവിതത്തെ കാണിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇവന്റെ കാല് ഉലയെ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമാണ്. അപ്പോൾ ചെറിയൊരു രോഗം വരുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ നിന്നവർ കളയാണെങ്കിൽ നീ കളയുന്ന ആരെയാണമ്മോ? ക്രിസ്തുവിനെയാണ് കളയുന്നത്. ലോർഡ്, ഈ സമയത്ത് എന്നിൽ വരുന്ന വികാരം എന്താണ്, ഇമോഷൻ എന്താണ് എനിക്ക് മനസ്സിലായി. പ്ലീസ് ഹെൽപ്പ് മീ. അപ്പോൾ ആലയപ്പണിക്ക് എന്തൊക്കെ വേണം? പൊന്ന്, വെള്ളി, അടുത്ത് താമ്രം. ഇതുണ്ടോ നിന്നെ ആലയപ്പണിക്ക് എടുക്കാൻ സാധിക്കും. ക്രിസ്തു നിന്നിൽ വസിക്കും. അല്ലെങ്കിൽ നോ വേ, നോ വേ. മറ്റൊരു യേശുണ്ട്. ഇതല്ലാതെ വേറെ ഉണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്താവുന്ന മറ്റൊരു യേശുണ്ട്. അവൻ കയറി വരും. ചിലപ്പോൾ സായിബാബയായിട്ട് വരും, പക്ഷെ പേര് യേശു എന്നായിരിക്കും. ചിലപ്പോൾ ശിവനായിട്ട് വരും, പക്ഷെ യേശു എന്നായിരിക്കും പേര്. ചിലപ്പോൾ അമ്മയായിട്ട് വരും, അത് സെമീറാമിസിന്റെ മേൽ കടന്ന ദുഷ്ടസ്ത്രീയാണ്, ആത്മാവാണ്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിനുണ്ട്. ഇന്ന് പെന്തിക്കോസ്തിനിടയിൽ ഇത്രയും ദുഷ്ടോപദേഷ്ടന്മാർ കയറി, അട്ടിത്തോല് ധരിച്ച ചെന്നായ്ക്കൾ കയറി ഇതുപോലെയുള്ള സത്യോപദേശത്തിൽ നിന്ന് പിടിച്ചു മാറ്റി. പക്ഷേ ഫിലിപ്പിയുടെ കൽസരിന്ന് പറഞ്ഞ ഒരുവൻ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ദൈവസഭയായിട്ട് നീ പണിയപ്പെടുന്നു. നിന്റെ കയ്യിൽ പൊന്നുണ്ടോ? നിന്റെ കയ്യിൽ വെള്ളിയുണ്ടോ? നിന്റെ കയ്യില് ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യമായി കാലുള്ളവരായി തീർന്നിട്ടുണ്ട്. എങ്ങനെയാ? കൃപയാൽ, നിന്നാലല്ല, കൃപയാൽ. ഇത് പറയുമ്പോ പലർക്കും തോന്നി നമുക്ക് ഒത്തിരി കഷ്ട. നീ ഒന്നും സഹിക്കേണ്ട. വചനത്തെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പറയാണ്, ക്രിസ്തു നിന്നെ കൂടെ വസിക്കുമ്പോൾ, ക്രിസ്തു നിന്നെ കൂടെ പ്രവർത്തിക്കാൻ നീ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോഴാണ് സഹിക്കേണ്ടത്. നിന്ന സഹിക്കണം, കഷ്ടത സഹിക്കണം, ഉപദ്രവങ്ങൾ സഹിക്കണം. എന്നും മിണ്ടാപ്പൂച്ചയുടെ വായടച്ചിരിക്കുന്നല്ല എന്റെ അർത്ഥം. കർത്താവേ സ്തോത്രം. നിന്ന പറയുന്നവൻ പറയട്ടെ. നീ എന്നിൽ വസിച്ച് നീ വെളിപ്പെടണം. നീ വെളിപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ. ഇതാ മണവാട്ടി. ആരാ? മനുഷ്യപുത്രനോട് സദൃശ്യനായവൻ. ഇതാ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ടാസ്ക് അതാണ്. നിങ്ങൾക്ക് ഏകദേശം ടാസ്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. ചുമ്മാ അങ്ങ് പോയ കാര്യം നടക്കില്ല. ചുമ്മാ പോയ കാര്യം നടക്കില്ല. നമ്മളിൽ ഏതൊരു കാറ്റ് വന്നാലും ആദ്യം പോകും നമ്മുടെ ജഡമാണ്. അവരെ അങ്ങ് അടിച്ച് താഴ്ത്താ. നീ അവിടെ ഇരിക്കി. നിന്നെ ഞാൻ ഇന്ന സ്നാനക്കുളത്തിൽ കൊണ്ട് കുഴിച്ചിട്ടതാ, അവിടെ ഇരിക്കി. സൻബലിന് 4-ാം അധ്യായം നെഹമ്യാവ് വായിക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക്. അവിടെ സൻബലത്തും തോബിയാവും വന്നിട്ട് അവിടെ യഹൂദന്മാർ തന്നെയാണ് വരുന്നത്. നെഹമ്യാവിന്റെ അടുത്ത് വരുന്നത് യഹൂദന്മാർ, വിശ്വാസികളിൽ നിന്ന് പിന്തിരിഞ്ഞു പോയപ്പോൾ തന്നെയായിരിക്കും. സൻബലത്തിന് തോബിയാവിന്റെ കൂടെ നിൽക്കുന്നവർ തന്നെയായിരിക്കും. നിനക്ക് തോന്നുന്നത് വിശ്വാസിയാണല്ലോ, പെന്തക്കോസ്തുകാരനാണല്ലോ. പക്ഷെ കൃപയിൽ നിൽക്കാത്ത പെന്തക്കോസ്തുകാരനും ശിവനെ ആരാധിക്കുന്നവരും
അമ്പലത്തിൽ പോകുന്നവനും അള്ളയെ വിളിക്കുന്നവനും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇവിടെയാണ് വേർപാടിന്റെ നടുച്ചുവർ കാക്കേണ്ടത്. വേർപാട് വെക്കിനടുത്ത് വെച്ചേ മതിയാകുകയുള്ളൂ. അല്ലാത്തടത്ത് സ്നേഹത്തോടെ അവയുടെ അടുത്ത് വന്നതുപോലെ വരും. കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോൾ നിന്റെ ഹൃദയം അങ്ങോട്ട് ചായും. അവയ്ക്ക് സംഭവിച്ചതായിരുന്നു. എന്തിനായി മെനക്കെടി നിയമമൊക്കെ കാത്തുകൊണ്ടിരിക്കുന്നത്? ആ വൃക്ഷഫലം വൃക്ഷ തിന്നാ പോലെയോ? എന്റെ കണ്ടു തുറക്ക്, എനിക്ക് ദൈവത്തെ പോലെ ആയിക്കൂടിയോ? എനിക്കൊന്ന് രക്ഷണായി ജീവിച്ചുകൂടിയോ? തീർന്നു അതോടെ. അതുകൊണ്ട് സെപ്പറേഷൻ കീപ്പപ്പ് ചെയ്യുക. ഇതൊക്കെ കീപ്പപ്പ് ചെയ്താലേ ആലയമായിട്ട് പണിയാൻ പറ്റുള്ളൂ. ക്രിസ്തു തന്റെ സിംഹാസനം മറ്റൊന്നിനോടും ഷെയർ ചെയ്യുന്നവനല്ല. നിന്നിലുള്ള ജഡത്തോട് ഷെയർ ചെയ്യില്ല, ദുഷ്ടാത്മസേനോട് ഷെയർ ചെയ്യുകയില്ല, ഒന്നിനോട് ഷെയർ ചെയ്യില്ല. അവന്റെ സിംഹാസനത്തിൽ അവൻ മാത്രമേ ഇരിക്കുകയുള്ളൂ. നിന്റെ ഹൃദയം അവന് വാഴവൾ സിംഹാസനമായി കൊടുക്കണമോ? മറ്റെല്ലാത്തിനെയും ത്യജിച്ചേ പറ്റുകയുള്ളൂ. നിന്നെ തന്നെ ത്യജിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ നിന്നെ നിത്യജീവനായി ക്രിസ്തു എന്നേക്കും വാഴും. വളരെ സിമ്പിളാ കാര്യം. കൃപ മതി. കൃപയില്ലാതെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഓവർകം ചെയ്യാൻ പറ്റുകയില്ല. പക്ഷെ കൃപയുണ്ടായാൽ അതാത് സമയത്ത് നിങ്ങൾക്ക് ജയം തരും. ഇതൊക്കെ ഈ ആഴ്ചകൾ നിങ്ങൾ അനുഭവിച്ചതാണ്. ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല. എന്ത് പ്രവൃത്തി ചെയ്യണമോ, ഫിസിക്കൽ എനർജി വേണമോ തരും, ആത്മീയ ജ്ഞാനം വേണമോ തരും, ശത്രുവിനെ നിന്റെ മുമ്പിൽ കാൽക്കീഴാക്കണമോ ദൈവം പ്രവർത്തിക്കും. നിനക്ക് വേണ്ടി എന്തൊരുക്കണോ, ഫ്ലൈറ്റ് വേണോ, കാൽനടയായിട്ട് പോകണോ, അതിനാവശ്യമുള്ളത് തരും. ഈസ് ലോർഡ്, ലോർഡ് ഈസ് ഗാഡ്. ദൈവമേ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ നിത്യമായ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു. കർത്താവെ, അല്പമായിട്ടുള്ള പ്രയാസമുള്ള കാര്യമാണല്ലോ. എങ്കിലും കർത്താവ്, നീ ഞങ്ങൾക്ക് മുമ്പായി നടന്ന് നിന്റെ കാലുകളിൽ ചുട്ട് പഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യമായതാണ്. നിന്റെ ജനം കർത്താവ്, നീ മുഖാന്തരം മനുഷ്യപുത്രനോട് സദൃശ്യമായി തിരുവനന്തപുരം ഗുണം കർത്താവ് സഹായിച്ചാട്ടെ. നിന്നെ കൂടാതെ സാധ്യമല്ല. ഈ ശബ്ദം കേൾക്കുന്ന ഒരു ജനത്തിൻ്റെ തല നീയായിരിക്കട്ടെ കർത്താവ്. നിന്റെ പ്രാശ്ചിത്വം വ്യർത്ഥമല്ല. നിന്റെ ദൈവമേടെ ചോദിക്കുന്ന നിന്ദിക്കുന്ന പരിഹാസിയുടെ മുമ്പിൽ നിന്റെ കൃപ, നിന്റെ വിശ്വസ്തത വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു.